എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി അവസരമുണ്ട്. റെയിൽവേ RRBയുടെ ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. വേരിയസ് പോസ്റ്റുകളിലേക്കാണ് നിയമനം വരുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 2 ആണ്. വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 7th CPC പേ മെട്രിക്സ് ആണ് വരുന്നത്. ഒരുപാട് പോസ്റ്റുകളിലേക്ക് നിയമനം വരുന്നുണ്ട്. തുടക്ക ശമ്പളം എല്ലാ തസ്തികയിലും 18,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെ. ടോട്ടൽ വേക്കൻസി 22,195 വേക്കൻസിയാണ് ആകെയുള്ളത്. ഇത്രയും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ RRBകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇത് കൂടാതെ SC, ST, OBC, EWS, PWBD, XSM, CCA കാറ്റഗറിക്കൊക്കെ തന്നെ റിസർവേഷനും ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ സമയത്ത് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. ഫൈനൽ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. RRBകളുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആപ്ലിക്കൻസ് മെഡിക്കലി ഫിറ്റും ആയിരിക്കണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. പ്രായപരിധി നമ്മൾ നേരത്തെ പറഞ്ഞു 18 മുതൽ 33 വയസ്സ് വരെയാണ്. ഇതുകൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട്. OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും ഇളവുണ്ട്. കൂടാതെ എക്സ് സർവീസ്മെൻറ്റും പ്രായത്തിൽ ഇളവുണ്ട്. ഇതിൽ പ്രായപരിധിയിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറി ആണെങ്കിൽ 2/1/1993 ശേഷം ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ 2/1/1990 ശേഷം ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ 2/1/1988 ശേഷം ജനിച്ചവരായിരിക്കണം. അതുപോലെ മാക്സിമം ഡേറ്റ് വരുന്നത് 1/1/2008 ജനിച്ചവരായിരിക്കണം. അത് കഴിഞ്ഞ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. റിസർവേഷൻ കിട്ടുന്ന മറ്റ് കാറ്റഗറിയുടെ പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. വിവിധ ഡെസിഗ്നേഷൻസിലാണ് തസ്തിക വരുന്നത്. ആദ്യത്തേത് അസിസ്റ്റൻറ്റ് TRD ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ. അടുത്തത് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ. അടുത്തത് അസിസ്റ്റൻറ്റ് TL ആൻഡ് AC, ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ. അടുത്തത് അസിസ്റ്റൻറ്റ് S&T, ഡിപ്പാർട്ട്മെൻറ്റ് S&T. അടുത്തത് പോയിൻറ്റ്സ് മാൻ B ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ട്രാഫിക്. അടുത്തത് അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ്. അടുത്തത് ട്രാക്ക് മെയിൻ്റനർ 4 ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ്. അടുത്തത് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ്. അടുത്തത് അസിസ്റ്റൻറ്റ് കാരിയേജ് ആൻഡ് വാഗൺ, ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് PV, ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ. അസിസ്റ്റൻറ്റ് S&T, ഡിപ്പാർട്ട്മെൻറ്റ് S&T. ഇത്ര ഡെസിഗ്നേഷൻസിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഇതിലേക്കെല്ലാം ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്, അല്ലെങ്കിൽ ITI, അല്ലെങ്കിൽ ഇക്വലൻറ്റ്, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായവർക്കോ അല്ലെങ്കിൽ ITI പാസ്സായവർക്കോ ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി ഓരോരോ സോണുകളിലായിട്ട് എങ്ങനെയാണ് വേക്കൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. വെസ്റ്റേൺ റെയിൽവേ മുംബൈയിലുള്ള വേക്കൻസി കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ജയ്പൂർ, നോർത്ത് സെൻട്രൽ റെയിൽവേ അലഹബാദ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേസ് ഹുബ്ലി, വെസ്റ്റ് സെൻട്രൽ റെയിൽവേസ് ജബൽപൂർ, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഭുവനേശ്വർ, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ. എല്ലാ ഡിവിഷനിലും വേക്കൻസി ഉണ്ട്. നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി, സദേൺ റെയിൽവേ ചെന്നൈ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗോരഖ്പൂർ, നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേ ഗുവാഹട്ടി, ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, സെൻട്രൽ റെയിൽവേ മുംബൈ, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ. ഇങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത്. അപ്പോൾ സദേൺ റെയിൽവേയിൽ ചെന്നൈയിലാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI,
അല്ലെങ്കിൽ NIC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST എക്സ് സർവീസ്മെൻ PWBD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ EWS കാറ്റഗറി ആണെങ്കിൽ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 250 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. CBT എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 400 രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് എക്സാം ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ടെസ്റ്റിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം. ജനറൽ സയൻസ് 25 മാർക്ക്, മാത്തമാറ്റിക്സ് 25 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 30 മാർക്ക്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. എക്സാമിൻ്റെ കോൾ ലെറ്റർ നിങ്ങളുടെ മെയിൽ വഴി അയച്ചു തരുന്നതായിരിക്കും. ഇവിടെ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് എക്സാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 kg വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് താഴെ വെക്കാതെ 2 minutes 100 meter ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ 1000 meters റേസും ഉണ്ട്. അത് 4 minute 15 seconds കംപ്ലീറ്റ് ചെയ്യണം. ഫീമെയിൽസ് ആണെങ്കിൽ 20 kg വെയിറ്റാണ് നിങ്ങൾ 100 meter 2 minute കൊണ്ട് കൊണ്ടുപോകേണ്ടത്. താഴെ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ റണ്ണിങ്ങും ഉണ്ട്. 1000 meters ആണ് 5 minute 40 seconds കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. നിങ്ങളുടെ CBTയുടെയും PETയുടെയും പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കുന്നത്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. നിങ്ങൾക്ക് എക്സാം മീഡിയം മലയാളത്തിലും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലും എക്സാം എഴുതാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മീഡിയം ഓഫ് എക്സാമിനേഷൻ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ SC ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എക്സാമിന് ട്രാവൽ ചെയ്യാനായിട്ട് ഫ്രീ ട്രെയിൻ പാസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ SC ST സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എക്സാമിൻ്റെയും PETയുടെയും DVയുടെയും ഒക്കെ തന്നെ കോൾ ലെറ്റർ വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങളെ മെയിൽ വഴിയോ SMS വഴിയോ അറിയിക്കുന്നതായിരിക്കും. ഇനി ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പിയുമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരു പോർട്ടലിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതാണ് സൈറ്റ് oir-ir.gov.in/rrbdv. ഈ വെബ്സൈറ്റിലാണ് നിങ്ങളുടെ കളർ ഫോട്ടോ ആണ്. കളർ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ നേരിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. ഇനി അപ്ലൈ ചെയ്യാനുള്ള സൈറ്റുകൾ നോക്കാം. ഇതാണ് വെബ്സൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആ സൈറ്റ് വഴി. സദേൺ റെയിൽവേയുടെ ചെന്നൈ ആണെങ്കിൽ ഇതാണ് സൈറ്റ് www.rrbchennai.gov.in. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ RRBയുടെയും വേക്കൻസിയുള്ള എല്ലാ RRBയുടെയും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. SC STയുടെ ആണിത്. OBC NCL, സെൽഫ് ഡിക്ലറേഷൻ ബൈ OBC, EWS എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 2 ആണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.